നാളുകളുടെ പഴക്കമുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായി ഒരു വട്ടം കൂടി അവർ സെന്റ് ആനീസ് ഹൈസ്കൂൾ മുറ്റത്ത് ഒത്തുകൂടി. 99 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം ഓർമ്മകൾക്ക് ഇരട്ടി മധുരം പകർന്ന അധ്യാപകരുമാണ് ഒത്തുചേർന്നത്. ജീവിത നെട്ടോട്ടത്തിൽ പലരും തിരക്കിലായപ്പോൾ സഹപാഠികൾ സോഷ്യൽ മീഡിയയിലൂടെ ബന്ധം പുതുക്കി വീണ്ടും മധുരിക്കുന്ന ഓർമ്മകളുമായാണ് പുനഃസംഗമം സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ കാലഘട്ടത്തിലെ മറക്കാത്ത ഓർമ്മകളുടെ ചെപ്പ് തുറക്കുന്ന വേദി കൂടിയായി സംഗമം മാറി. എന്നെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ആദ്യം ഇറക്കി വിട്ട് ഷാനി ടീച്ചറാണ്. ടീച്ചർ എന്തോ ബോർഡെ വരച്ചിട്ട് എന്തോ ഫോണിലൊരു സാധനം, ഞാൻ ടീച്ചറെ ആ സാധനം വരയ്ക്കേണ്ടതാണോ എന്ന് ചോദിച്ചു. ചില സൗണ്ട് കൂടിപ്പോയി എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ പുറത്തോട്ടിറങ്ങി എന്തോടാ പറഞ്ഞു. അതൊക്കെ നല്ല ഓർമ്മ. ഷാനി ടീച്ചർ ഉപമ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം എഴുതിയത് ബൈബിളിൽ ഈശോ പറയുന്ന കഥയാണ് ഉപമയെന്ന് എഴുതി. അതിന് ഉദാഹരണം വേണമെന്നാണ്. അപ്പം ഞാൻ ഏതൊരു വലിയ തൂർത്തപത്രമായിരുന്നു വലിയ വലുപ്പത്തിന് എഴുതുകയും ചെയ്തു. പരീക്ഷാ പേപ്പറുമായിട്ട് വന്നു. പിന്നെ ടീച്ചർ ബാക്കി പറഞ്ഞ കാര്യമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല. ഉമേഷ് PB അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻ ജെയിംസ് മുത്തനാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുകയാണ് ജീവിതം. ജീവനുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ 5 ഗുണങ്ങൾ തന്നിട്ടുണ്ട്: സംസാരിക്കാൻ, മണക്കാൻ, കേൾക്കാൻ, കാണാൻ, സ്പർശിക്കാൻ. ഇതെല്ലാം ജീവനുള്ളതിൻ്റെ തെളിവുകളാണ്. അപ്പം നമുക്കെല്ലാവർക്കും പഞ്ചേന്ദ്രിയ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ നല്ല കാലത്ത് ആരംഭിച്ചിട്ടുള്ള ഈ ജീവാത്മകത ജീവനുള്ളിടത്തോളം കാലം സജീവമായി സൂക്ഷിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും പേരല്ല, നിങ്ങളുടെ ബാച്ചിലെ 100% ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മളുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ സജീവത നിലനിർത്താൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വൃക്ഷങ്ങളെ നോക്കിയാൽ ആ വൃക്ഷങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ പച്ചപ്പ് സൂക്ഷിക്കും, ഒപ്പം തന്നെ അതിന് പുതിയ തളിര് അണിയും. നിലനിൽക്കുന്നിടത്തോളം കാലം അത് പുതിയ ഫലം പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സജീവത നിലനിൽക്കുന്നിടത്തോളം കാലം നന്മയുടെ മക്കളായിട്ട്, അങ്ങനെയുള്ള നന്മരങ്ങളായിട്ട് നിലനിൽക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ ഫാദർ ദീപു ആന്റണി പുത്തമ്പരിക്കൽ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സാജു കുര്യൻ, റസിയാമോൾ ജെഇ, രാജിമോൾ TR, ജിൻസ്മോൾ സ്കറിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ അധ്യാപകരെയും ഓഫീസ് സ്റ്റാഫുകളെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.